എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്? എന്തിനാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്? ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരിങ്ങനെ വെപ്രാളപ്പെടുന്നത് കാണാം. അതൊക്കെ എന്തിനാ? ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് മാർക്കറ്റും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ മോട്ടിവേഷൻ. എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്? ലൈക്ക് എനി അതർ മാർക്കറ്റ്, ഒരു കമ്പനീൻ്റെ ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്സ് വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷേ ഒരു പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി വാങ്ങുന്ന പോലെ നമുക്ക് സ്റ്റോക്സ് വാങ്ങാൻ പറ്റില്ല. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇലക്ട്രോണിക്കലി മാത്രമേ സ്റ്റോക്സ് വാങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു മീഡിയേറ്റർ മുഖേനയാണ് ഇത് വാങ്ങാൻ സാധിക്കുക. ആ മീഡിയേറ്ററിൻ്റെ പേരാണ് സ്റ്റോക്ക് ബ്രോക്കർ. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ഒരു പണമിടപാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മളൊരു ഷെയർ പണം കൊടുത്ത് വാങ്ങുന്നു, അതുപോലെ ആ ഷെയർ വിറ്റ് പണമാക്കുന്നു. ഈ പണമിടപാട് നടക്കുന്ന സമയത്ത് നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ അവിടെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം പണത്തിൻ്റെ ഒരു കളിയാണ്. അങ്ങനെ ഇന്ത്യയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോളിംഗ് ബോഡീനെ നിയമിച്ചു. അതാണ് സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇവരാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ റൂൾസും റെഗുലേഷൻസും സെറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ കമ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യണം, അവരെന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം, ഇതൊക്കെയാണ്. ഇപ്പോൾ സെബി പറയാണ് നാളെ തൊട്ട് 10 മണിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് 10 മണിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് റിലേറ്റഡ് ടു സ്റ്റോക്ക് മാർക്കറ്റ് നിശ്ചയിക്കുന്നത് സെബിയാണ്. നമ്മുടെ ഇന്ത്യയിൽ 6 ആക്റ്റീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇപ്പോൾ ഉണ്ട്. ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ 6 ആക്റ്റീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഇതിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത് NSE ആണ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടക്കുന്നത്. ഇനി എന്തിനാണ് ഈ കമ്പനീസൊക്കെ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കമ്പനി എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഒറ്റ വാക്കിൽ ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ ലിക്വിഡിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയാം. എന്താണ് ഈ ലിക്വിഡിറ്റി ഓഫ് ഷെയർസ്? അതായത് ഈ ഷെയർസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാം, അതേപോലെ എപ്പോൾ വേണമെങ്കിലും വിൽക്കാം. ആ മൊമെൻറ്റിൽ തന്നെയാണ് നമ്മുടെ കയ്യിൽ കാശും വരുന്നത്. ലിക്വിഡ് അസറ്റ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലിക്വിഡ് അസറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോട്ടിൽ എനിക്ക് ആ അസറ്റ് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ലിക്വിഡ് മണി ആ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടും. അതുതന്നെയല്ലേ ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. നിങ്ങളൊരു ഷെയർ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങൾ ഷെയറിന് പൈസ കൊടുക്കണം. അതേപോലെ നിങ്ങളൊരു ഷെയർ വിൽക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഷെയറിന് പൈസ കിട്ടും. അപ്പോൾ ഒരു കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഫണ്ടിങ്. ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തായാലും ഫണ്ടിങ് വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി, അത് നല്ല ഏകദേശം ഹിറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? അത് മറ്റുള്ള സിറ്റീസിലോട്ടും എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ മറ്റുള്ള സിറ്റീസിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണം, എംപ്ലോയീസ് വേണം, ഒരുപാട് വേറെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പം ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് മാത്രം നിങ്ങൾക്ക് മതിയാവില്ല. നിങ്ങൾ എന്താക്കും? ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കടം വാങ്ങും. ചിലപ്പോൾ ആ ഫണ്ട് നിങ്ങൾക്ക് മതിയാവണമെന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ ഷെയർസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഫണ്ട് തരും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെയാണ് കമ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. കമ്പനി ഈ ഫണ്ടിങ് ഒക്കെ എടുത്ത് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ഒരുപാട് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കും. അങ്ങനെ ആ കമ്പനി വളരും. ഈ കമ്പനി വളരുന്നതോടൊപ്പം അവരുടെ ഇൻവെസ്റ്റേഴ്സും വളരും. കാരണം അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഈ കമ്പനീൻ്റെ ഷെയർസ് ഉണ്ട്. ഇൻവെസ്റ്റേഴ്സ് ഷെയർസ് വാങ്ങിക്കഴിഞ്ഞാൽ എന്താ? അവർ ഈ കമ്പനീൻ്റെ ഒരു പാർട്ട് ഓഫ് ഓണറായി, അല്ലേ? ഇനി അഥവാ അവർ ആ ഷെയർ വിൽക്കുകയാണെങ്കിൽ നേരത്തെ വാങ്ങിയ വിലയായിരിക്കില്ല അത് വിൽക്കുമ്പോൾ. കാരണം കമ്പനീൻ്റെ വാല്യൂ കൂടി, അപ്പോൾ ഷെയർ പ്രൈസും കൂടി. അപ്പം കമ്പനിയും ഹാപ്പി, ഇൻവെസ്റ്റേഴ്സും ഹാപ്പി. ഇവർ രണ്ടാളും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഗ്രോ ചെയ്തത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, അല്ല ഇൻവെസ്റ്റേഴ്സ് ഹാപ്പിയായി, ഇതിൽ ഫണ്ടിങ് കിട്ടിയ കമ്പനി ഹാപ്പിയായി, ഇതിൻ്റെ ഇടയിൽ ഞാനെവിടെയാ? എനിക്കിപ്പോൾ എന്താ കിട്ടിയത്? എനിക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചാലും എനിക്കെന്താ? ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റോക്ക് മാർക്കറ്റ് കാരണമാണ് ഈ ലോകം തന്നെ ഓടുന്നത്. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ശമ്പളവും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നാൽ നമ്മൾ തീർന്നു.
ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ലയെന്ന് വിചാരിച്ചോ, കമ്പനിക്ക് ഫണ്ടിങ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ എന്തായാലും ഫണ്ടിങ് വേണം. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടത്ര ഫണ്ടിങ് കിട്ടില്ല. ഒരു ലിമിറ്റ് ഇല്ലേ? ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് ഫണ്ട്സ് വാങ്ങുന്നതിലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ കമ്പനിക്ക് ആ വേണ്ടത്ര ഗ്രോത്ത് കിട്ടിയെന്ന് വരില്ല. അപ്പം നേരത്തെ കമ്പനി ഒരുപാട് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കമ്പനിക്ക് അത്രയും ഡെവലപ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അത്രയും എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ കമ്പനി നല്ല പ്രോഫിറ്റിലല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എംപ്ലോയീസിന് തന്നെ കമ്പനി ശമ്പളം കുറച്ച് കൊടുക്കും. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക? അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി, ഇതൊക്കെ വരും. അല്ലെങ്കിലേ ഇന്ത്യയിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഉണ്ട്. ഇനിയിപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് കൂടി പോയി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ആ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്തതായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് കാരണമാണ് ഈ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ ജോലിയുള്ള ഒരാളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് എന്താ സംഭവിക്കുക ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ലെങ്കിൽ? നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻകം സോഴ്സ് ഏതാണ്? ടാക്സ് അല്ലേ? നമ്മളെല്ലാവരും ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്ന എല്ലാവരും ഗവൺമെൻറ്റിന് ഇൻകം ടാക്സ് കൊടുക്കണം. അതേപോലെ കമ്പനീസും കൊടുക്കണം. അപ്പോൾ കമ്പനി നല്ല ഡെവലപ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ കമ്പനി പ്രോഫിറ്റ് കൂടുമ്പോൾ കമ്പനി ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഇൻകം ടാക്സിൻ്റെ അളവും കൂടും. അപ്പോൾ ഗവൺമെൻറ്റിന് കമ്പനീൻ്റെ വക ഒരു ഇൻകം ടാക്സ് കിട്ടി. ഇനി എംപ്ലോയീസ് എല്ലാവരും ഇൻകം ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കണം. അങ്ങനെ എംപ്ലോയീസിൻ്റെ വകയും ഗവൺമെൻറ്റിന് ഇൻകം ടാക്സ് കിട്ടി. ഇനി ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് ട്രേഡിംഗ് ആണ് ഒരു ദിവസം തന്നെ നടക്കുന്നത്. ഓരോ ട്രേഡിങ്ങിനും സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, GST, ഇൻകം ടാക്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ ഗവൺമെൻറ്റിന് പോകും. ഒരു ദിവസം ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് എത്രയോ പൈസ ഡെയിലി ഗവൺമെൻറ്റിന് കിട്ടും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള ഫണ്ടിങ് ഗവൺമെൻറ്റിന് കിട്ടും. അതേപോലെ കമ്പനീസിൻ്റെയും എംപ്ലോയീസിൻ്റെയും കയ്യിൽ നിന്നുള്ള ഇൻകം ടാക്സും കൂടി ഗവൺമെൻറ്റിന് കിട്ടും. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരുപാട് ഫണ്ടിങ് കിട്ടി. ഗവൺമെൻറ്റിന് ഒരുപാട് ഫണ്ടിങ് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ഗവൺമെൻറ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. ഗവൺമെൻറ് ഒരുപാട് പുതിയ പ്രോജക്ട്സ് കൊണ്ടുവരാൻ തുടങ്ങും. റോഡ് ബിൽഡ് ചെയ്യാൻ തുടങ്ങും, ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങും, ജനങ്ങളെ ഒരുപാട് സേവിക്കാൻ തുടങ്ങും. കാരണം അവരുടെ അടുത്ത് ഒരുപാട് ഫണ്ട്സ് ഉണ്ട് അല്ലേ? ഗവൺമെൻറ് വളരുന്നതിനോടൊപ്പം നമ്മളെല്ലാവരും, സാധാരണപ്പെട്ട ആൾക്കാരും മിഡിൽ ക്ലാസ്സും ഹൈ ക്ലാസ്സും എല്ലാ ആൾക്കാരും ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. അടിപൊളി അല്ലേ? ഇനിയിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ല, ഗവൺമെൻറ്റിന് കിട്ടുന്ന ഇൻകം ടാക്സ് കുറയും ഇല്ലേ? കമ്പനി നല്ല പ്രോഫിറ്റിലല്ല, അപ്പോൾ കമ്പനി കൊടുക്കേണ്ട ഇൻകം ടാക്സ് കുറഞ്ഞു. എംപ്ലോയീസ് ഒരുപാട് പേര് പോയി, അവർക്കൊന്നും ഇൻകമേ ഇല്ല, അപ്പോൾ ഇൻകം ടാക്സിൻ്റെ ആവശ്യം വരുന്നില്ല. സാലറി കുറഞ്ഞു, അപ്പോഴും ഇൻകം ടാക്സ് കുറഞ്ഞു. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ല, ഓരോ ദിവസം ലക്ഷക്കണക്കിന് ട്രേഡിംഗ് നടക്കുമ്പോൾ ഗവൺമെൻറ്റിന് അത്രയും പൈസ കിട്ടുന്നുണ്ട്. ആ ഒരു സോഴ്സ് ഓഫ് ഇൻകമേ ഗവൺമെൻറ്റിന് പോയി. ഒന്നാമത് നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് വേൾഡ് ബാങ്കിൻ്റെ അടുത്ത് കടം വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റും കൂടി ഇല്ലെങ്കിൽ ഗവൺമെൻറ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഗവൺമെൻറ് വേണ്ടത്ര ഫണ്ടിങ് കിട്ടില്ല. ഗവൺമെൻറ് വേണ്ടത്ര ഫണ്ടിങ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ, ഒരു ഇമ്പ്രൂവ്മെൻറ്റും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ല. നമ്മുടെ രാജ്യം താഴോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഗവൺമെൻറ് വളർന്നില്ലെങ്കിൽ എന്താ, ആ രാജ്യത്തെ സിറ്റിസൺസിനും ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കും അവിടുത്തെ ജനങ്ങളും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യവും വളരും, അതിനോടൊപ്പം നമ്മളും വളരും. അപ്പം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പാർട്ടാവാൻ വേണ്ടിയിട്ട്. യു ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ടു സ്റ്റോക്ക് മാർക്കറ്റ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ, സ്റ്റേ ട്യൂൺഡ്.